അനീഷിന് എന്തായാലും ഇതുവരെയുള്ള വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനത്തേക്ക് എന്തായാലും ഇപ്പൊ എന്തായാലും എത്താൻ സാധിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഇന്നലേക്ക് ഒരു അനുമോളാണ് എന്തായാലും ഡൊമിനേറ്റ് ചെയ്തിരുന്നത്, ഒന്നാം സ്ഥാനത്തേക്ക് നിന്നിരുന്നത്. സോ ഈ പറയുന്ന ഷാനവാസ് മറ്റ് 7 മത്സരാർത്ഥികളെയും പിന്തള്ളിയിട്ടാണെന്നാലും അനീഷ് എന്തായാലും ഒന്നാം സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മളെന്തായാലും ഇപ്പൊ നോക്കാൻ പോകുന്നത് ചൊവ്വാഴ്ച ദിവസം രാവിലെ വരെ നമുക്ക് ലഭിച്ചിട്ടുള്ള അൺഒഫീഷ്യൽ ഡാറ്റാസിന്റെ ബേസിൽ ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 7 ഈ ആഴ്ചയിലേക്ക് എവിക്ഷനിലേക്ക് വന്നിരിക്കുന്ന 8 ആൾക്കാർക്ക് വേണ്ടി അവർക്ക് ലഭിച്ചിട്ടുള്ള വോട്ടുകളുടെ ബേസിൽ ആരാണ് എന്തായാലും 8ാം സ്ഥാനത്ത് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ആരാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ എന്തായാലും നോക്കാൻ പോകുന്നത്. ഒരു കാര്യം കൂടി പറയാം, ഇതെല്ലാം അൺഒഫീഷ്യൽ ഡാറ്റാസിന്റെ ബേസിൽ നമ്മൾ തയ്യാറാക്കുന്ന വീഡിയോസ് ആണ്. സോ ഒരിക്കലും ഇത് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ സൈഡിൽ നിന്നോ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നോ അവർ പുറത്തുവിടുന്നതല്ല. പക്ഷെ നമ്മുടെ ചാനൽ കാണുന്നവർക്കറിയാം നമ്മൾ ഇത്തരത്തിൽ അൺഒഫീഷ്യൽ ആയിട്ട് ഇത്തരത്തിൽ സ്പ്രെഡ് ആവുന്ന പല ഡാറ്റാസിന്റെ ബേസിൽ വീഡിയോ ചെയ്യുന്നവരാണ്. വോട്ടിംഗ് റിസൾട്ട്സ് മാത്രമല്ല, എവിക്ഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ ചാനലിലൂടെ ഇത്തരത്തിൽ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് പുറത്തുവിടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനലിലൂടെ ഇത്തരത്തിൽ പുറത്തുവിടാറുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ ജിസേലിന്റെ ആയിക്കോട്ടെ, ഒണിയിലെ ആയിക്കോട്ടെ, ഇവരൊക്കെ എവിക്ഷൻ ഒക്കെ നമ്മൾ അതിന് ഒരു ദിവസം മുന്നേ തന്നെ എന്തായാലും നമ്മൾ വീഡിയോസ് ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്തിരുന്നതാണ്. അതെല്ലാം കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ സംഭവിച്ചതാണ്. അതിന് മുന്നേയുള്ള എവിക്ഷൻസിനെ കുറിച്ചും നമ്മൾ ഇത്തരത്തിൽ വീഡിയോസ് തയ്യാറാക്കിയിട്ടുള്ളതാണ്. എന്നാലും നിലവിൽ ഇപ്പൊ 8ാം സ്ഥാനത്ത് നിൽക്കുന്നത് സാബുമാൻ ആണ്. അതായത് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച് പുറകോട്ട് നിൽക്കുന്നത് സാബുമാൻ ആണ്. സാബുമാന്റെ കാര്യം നമുക്കറിയാം, ഇതുവരെ പിടിച്ചിരുന്നത് പോലും ഒരുവിധം ഈ പറയുന്ന പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആളുടെ സപ്പോർട്ടിന്റെ ബേസിലാണെന്നാലും സാബുമാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയത്. അതായത് അവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾക്കിടയിൽ സാബുമാൻ വളരെ താഴോട്ടാണെന്നാലും സാബുമാൻ എന്തായാലും പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒട്ടും അങ്ങനെ വേണ്ട രീതിയിൽ ആക്റ്റീവ് ആവാനോ വലിയ രീതിയിൽ സ്പേസ് പിടിച്ചെടുക്കാനൊന്നും സാബുമാനെ കൊണ്ട് എന്തായാലും ഇതുവരെ പറ്റിയിട്ടില്ല. ഇപ്പോഴും നിലവിൽ അങ്ങനെ വലിയ രീതിയിൽ പറ്റുന്നൊന്നുമില്ല. പിന്നെ 7ാം സ്ഥാനത്തേക്ക് ബിന്നിയാണ്. ബിന്നി ഈ പറയുന്ന സീസൺ 7 മിഡ് വരെ ഒട്ടും ഒരു ഗുണമോ കാര്യങ്ങളൊന്നും നടന്നില്ല. ഇപ്പൊ വിക്റ്റായി പോയാലും ഒരു അത്ഭുതവും കാര്യങ്ങളും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഇപ്പോഴായിട്ട് ചെറിയ രീതിയിൽ കുറച്ച് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും കൂടെയുള്ള മറ്റ് മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു മികച്ച പ്ലേയേഴ്സ് ആണ്. സോ അതിന്റെ ഇടയിൽ ബിന്നിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ അവരെയൊക്കെ കടത്തിവെട്ടി മുന്നോട്ട് വരാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ 6ാം സ്ഥാനത്തേക്ക് നെവിൻ ആണ്. നെവിൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഒരു സംഭവം കണ്ടന്റോ അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു എന്റർടൈൻമെന്റോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ എന്തായാലും അവിടെ എന്തായാലും നമുക്ക് കാഴ്ചവെക്കുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്തായാലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നെവിന്റെ സൈഡിൽ നിന്ന് സാധിക്കുന്നതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. പിന്നെ 5ാം സ്ഥാനത്തേക്ക് അക്ബറാണ്. അക്ബർ ഇപ്പൊ എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്തായാലും വരുന്നുണ്ട്. അതായത് നേരത്തെ തുടക്ക സമയങ്ങളിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് ഭയങ്കര മോശമായിരുന്നു. ഈ പറയുന്നത് വളരെയധികം മോശമായ രീതിയിലായിരുന്നു സംസാരിക്കുക. സോ ഇപ്പൊ മാക്സിമം ഫിൽട്ടർ ചെയ്തിട്ട് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെങ്കിലും ഒരു പ്ലെയർ നല്ല രീതിയിൽ എത്രത്തോളം ഇനി മുന്നോട്ട് വരും അല്ലെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുമെന്നൊക്കെ ഉള്ളതിന് കണ്ടറിയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ദിവസങ്ങളുണ്ട് വോട്ടിംഗ് അവസാനിക്കാനായിട്ട്. ഇതൊക്കെ എപ്പോഴെങ്കിലും മാറിയാം. അതുപോലെ 4ാം സ്ഥാനത്തേക്ക് ഷാനവാസ് ആണ്. ഷാനവാസൊക്കെ ഇന്നലെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് നിന്നിരുന്നതാണ്. പിന്നെ ഇപ്പൊ കുറച്ചൊരു ഇത്തിരി താഴോട്ട് നിലം വന്നിട്ടുണ്ട്. പിന്നെ 3ാം സ്ഥാനത്തേക്ക് വേദലക്ഷ്മിയാണ്. വേദലക്ഷ്മി പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പോൾ വളരെ ഒരു ന്യൂട്രൽ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒട്ടും അതിങ്ങനെ വലിയ രീതിയിലൊരു ആക്റ്റോ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു പ്രസൻസോ കാര്യങ്ങളൊന്നും എന്തായാലും ഇപ്പോൾ വേദലക്ഷ്മിയുടെ സൈഡിൽ നിന്ന് കാണാറില്ല. പക്ഷെങ്കിലും നല്ല രീതിയിലൊരു ഫാൻ ബേസ് എന്തായാലും ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പുറത്തുള്ള വോട്ടിംഗ് നല്ല രീതിയിൽ എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ 2ാം സ്ഥാനത്ത് അനുമോളാണ്. ഇന്നലെ വരെ 1ാം സ്ഥാനത്തേക്ക് നിന്നിരുന്നതാണ്. ഇപ്പോൾ ഒരു ഇത്തിരി പുറകോട്ട് വന്നിട്ട് എന്തായാലും 1ാം സ്ഥാനത്തെങ്കിലും അനീഷ് അടിച്ച് കയറിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നതാണ്, ഇതെല്ലാം അൺഒഫീഷ്യൽ ഡാറ്റാസിന്റെ ബേസിൽ നമ്മൾ തയ്യാറാക്കുന്ന വീഡിയോസ് ആണ്. അതുമാത്രമല്ല ഇത്തരത്തിൽ ഉള്ള ഏതൊരു വീഡിയോ കണ്ടാലും അതിന്റെ ബേസിൽ മാത്രം നിങ്ങളൊരു വോട്ടിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാം എന്നുള്ള രീതിയിലൊരു തീരുമാനം എടുക്കാതിരിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വോട്ടൊക്കെ എപ്പോഴെങ്കിലും മാറിയാനും ആര് വേണമെങ്കിലും മുന്നോട്ടോ പിന്നോട്ടോ വരാണ്ട് അധികം സമയമൊന്നും വേണ്ട. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരോടോ അവരോട് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി തന്നെ വോട്ട് ചെയ്യുക. അത് ഇത്തരത്തിൽ വരുന്ന ഡാറ്റാസിന്റെ ബേസിൽ ഇയാൾ 1ാം സ്ഥാനത്താണ്, സോ ഇയാൾ എന്തായാലും ഇനി 8ാം സ്ഥാനത്തേക്ക് വരില്ല എന്നൊന്നുമില്ല. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറിയാൻ അധികം സമയത്തിന്റെ കാര്യമൊന്നുമില്ല. സോ അപ്പൊ ഇത്തരത്തിലുള്ള ബിഗ് ബോസ് റിലേറ്റഡ് അപ്ഡേറ്റ്സും സിനിമ റിലേറ്റഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്.